ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എന്താ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നന്നായിട്ട് ഏതൊരു റിലേഷനും നന്നായി പോകുന്നതിന് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം. എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻ നന്നായിരിക്കണമെങ്കിൽ അവിടെ എന്താണ്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, ഐഡിയാസ് ഓർ തോട്ട്സ് ടു അച്ചീവ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ പീപ്പിൾസ്. നമ്മൾ എന്താ ഇൻഫോർമേഷൻസും ഐഡിയാസും നമ്മുടെ തോട്ട്സും ഒക്കെ എന്താണ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കെയർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? ടു ഷെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞൂലെ, ഷെയറിംഗ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ ഒരു ടു വേ ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്. ആരൊക്കെ തമ്മില്? ഒരു സെൻഡർ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്താ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാണ്, അത് റിസീവ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ അല്ലെ. അപ്പൊ എന്താ അവിടെ ഒരു സെൻഡറും ഉണ്ട്, റിസീവറും ഉണ്ട്. ഇനി ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ടെല്ലിങ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെ. ആദ്യം നമ്മൾ എന്താ ടെല്ലിയും, ആദ്യമുള്ള കാര്യം നമ്മൾ പറയും. അതിനുശേഷം എന്താ നമ്മുടെ അപ്പുറത്തുള്ള, അതായത് സെക്കൻഡ് ആൾ എന്ത് ചെയ്യും? അത് ലിസൺ ചെയ്യും, എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അത് നമ്മൾ പറയുന്ന കാര്യം അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അല്ലെ. അപ്പോഴാണ് എന്താ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുള്ളൂ. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞാൽ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ എന്തൊക്കെ വരും? ഫോൺ കോൾസ് വരും, വീഡിയോ കോൺഫറൻസിങ് വരും. അവിടെയൊക്കെ എന്താ നമ്മൾ വെർബലി ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോൺ വെർബൽ ആയിട്ട് ചില സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ, അപ്പൊ നമ്മള് ചിലപ്പോ കുട്ടികളെ ക്ലാസ്സിലാണെങ്കിൽ ചീത്ത പറയും. ചീത്ത പറയുമ്പോ ദേഷ്യം വരുമ്പോ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ത് ചെയ്യും? അവര് പഠിക്കും അല്ലെ. അതുപോലെ നമ്മുടെ ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തും. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക്സ് എന്താന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഇൻ ഓർഗനൈസിങ് ഫോളോ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പാറ്റേൺസിൽ കമ്മ്യൂണിക്കേഷൻ നടത്തും. അതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്മ്യൂണിക്കേഷന്റെ നീഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, എല്ലാ ഒരു കമ്മ്യൂണിക്കേഷനും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ളതാണ് നീഡ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പേഴ്സണൽ ബിൽഡിങ്, അതായത് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയേ, നമ്മൾ മറ്റൊരാളായിട്ട് ഒരു പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോ ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ ഐഡിയ എന്താണെന്ന് മറ്റുള്ളവരോട് പറയാ. എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതൊക്കെയാണ് എന്താണ് കമ്മ്യൂണിക്കേഷന്റെ നീഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ, എക്കണോമിക് ഇമ്പാക്ട്, എൻഹാൻസ് മാർക്കറ്റ് ഇന്ററാക്ഷൻ. നമുക്കറിയാലേ, ഈ സേവന പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരും. അവരെത്ര നല്ല രീതിയിലാണ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ പറഞ്ഞ് വീഴ്ത്തിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ ആ പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കിക്കും. അതാണ് അവിടെ എക്കണോമിക് ഇമ്പാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇമ്പാക്ട് കൊണ്ട് ഫെസിലിറ്റേറ്റ് നോളജ് ട്രാൻസ്ഫർ ആൻഡ് ലേണിംഗ്. അവിടെ എന്താ നമ്മൾ നോളജ് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ ലേൺ ചെയ്യുക. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവേണൻസ് ഇമ്പോർട്ടൻറ്റ്, ക്രൂഷ്യൽ ഫോർ പോളിസി മേക്കിംഗ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് മൂന്നുമാണ് എന്താ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി ചലഞ്ചസ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുക? അവിടെ വരുന്ന ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മള് ഔട്ട്സൈഡ് കേരള പോയാൽ നമുക്കറിയാം, അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. മേ ബി ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അങ്ങനെ വേറെ പല തരത്തിലുള്ള ലാംഗ്വേജ് ആകും അവർ ഉദ്ദേശിക്കുക. നമ്മൾ പറയുന്നത് അവർക്കും, അവർ പറയുന്നത് നമുക്കും മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ലാംഗ്വേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൾച്ചർ, നമ്മുടെ കൾച്ചറും അവരുടെ കൾച്ചറും എന്താ ഡിഫറൻസ് ആയിരിക്കും അല്ലെ. അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫിസിക്കൽ ബാരിയേഴ്സ്, പലതരത്തിലുള്ള ഫിസിക്കൽ ബാരിയേഴ്സും കമ്മ്യൂണിക്കേഷന്റെ ബുദ്ധിമുട്ടുകളാണ്. പിന്നുള്ളത് ഡിസോർഷൻ ആണ്.
മിസ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് മെസ്സേജ്, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അപ്പുറത്തെ ആള് ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ക്ലാസ്സിൽ ഒരാൾ ലീവ് ആണെങ്കിൽ നമ്മൾ പറയാണ്, അയ്യോ ഇയാൾ ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് നല്ല നിശബ്ദത ഉണ്ട്. അത് രണ്ട് തരത്തിലാവാം അല്ലെ. അയാൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനം ഉണ്ട് എന്നും പറയാം, അല്ലാതെ എന്ത് പറയാം, അയാള് ഇല്ലാത്തത് കാരണം മൊത്തത്തില് പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ രീതിയിലും പറയാം. രണ്ട് രീതിയിൽ നമുക്കത് പറയാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് ക്ലിയർ എൻകോഡിങ്, അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് അത് എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ടിരിക്കണം. അതാണ് ചലഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ എന്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡ് ആണെങ്കിലും ബിസിനസ് ഫീൽഡ് ആണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ കോൺസെപ്റ്റ് അവരിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. നമ്മൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അവർ ക്ലിയർ ആയിട്ട് എത്തിക്കണം അല്ലെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാതും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.